തൈരും നല്ല മിക്സ്. ആരാണ് ദുനിയാവിൽ മൂത്ത സോ യെസ് 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 മൈസൂർ പോയി തിന്നിട്ട് പോകുള്ളൂ. Yo yo yo, What is up, I'm Salih here. Welcome back to our channel. Unboxing Dude. Yes, my ചാനലിലേക്ക് അല്ലെങ്കിൽ അവരുടെ ചാനലിലേക്ക് കുഞ്ഞുമോൾ സ്വാഗതം പറയൂ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കണ്ടന്റ് എന്താണെന്ന് കുഞ്ഞുമോൾ ഡിസ്ക്രൈബ് ചെയ്യും. ഡ്യൂഡ് ഇന്ന് ഫുൾ പവറിലാണ്. Eating challenge. തിന്നുന്ന കാര്യത്തിൽ എന്നും അന്നും ഇന്നും ഡ്യൂഡി ഫസ്റ്റ് ആണ് ഗൈസ്. പക്ഷേ നമ്മൾ കോമ്പിനേഷൻ ഫുഡ് ട്രൈ ചെയ്യാൻ ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ വീരൻ ഇതാണ് ഗൈസ്. നമ്മൾ ഇതിൽ എന്താ എടുക്കുന്നത് അതാണ് നമ്മൾ കഴിക്കുക. ഇതിൽ രണ്ട് ഐറ്റംസ് ഏതുണ്ടാവുന്നില്ല, അത് രണ്ടെണ്ണം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ഇപ്പൊ ഓറിയോ ബിസ്ക്കറ്റ് നമ്മൾ പാലിൽ മുക്കിട്ടായിരിക്കും കഴിക്കുക. പക്ഷെ ചിലപ്പോ ഇതിൽ ഓറിയോ പ്ലസ് ലെമൺ ജ്യൂസ് ആണ് നമ്മൾ ലെമൺ ജ്യൂസിൽ മുക്കി കഴിക്കുക. അല്ലെങ്കിൽ ഓറിയോ പ്ലസ് അച്ചാർ. ഇവിടെ കുറെ സാധനങ്ങൾ നേരത്തെ വെച്ചിട്ടുണ്ട്. പാലുണ്ട്, തൈരുണ്ട്, പുളിയുണ്ട്. അതുപോലെ തന്നെ മുളകിന്റെ വെള്ളമുണ്ട്, പച്ചമുളക് അരച്ച വെള്ളമുണ്ട്, നല്ല കട്ട അച്ചാറുണ്ട്, പുളിയുള്ളുണ്ട്. സോ അതുപോലെ തന്നെ ലേസ്, ഓറിയോ, ബനാന, ജാം തുടങ്ങി കുറെ സാധനങ്ങൾ ടേബിളിന് പുറത്തുണ്ട്. അപ്പൊ നമ്മൾ ഇവള് പറഞ്ഞ മാതിരി ഇതിലുണ്ടാവും കോമ്പിനേഷൻ. സോ ആ കോമ്പിനേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ചിലപ്പോൾ നല്ലതുണ്ടാവും, ചിലപ്പോൾ എന്തുണ്ടാവും, ഭയങ്കര കുട്ടിച്ചത്. സോ ഡ്യൂഡിയാണ് ആദ്യം എടുക്കാൻ പോകുന്നത്. ഡ്യൂഡി കണ്ണുകൂട്ടി എടുക്കുന്നുണ്ട്. ഏറ്റവും വിയേർഡസ്റ്റ് ആയിട്ട് കഴിക്കാൻ കഴിയാത്ത സാധനം കിട്ടട്ടെ ഗൈസ്. എന്താണ്? ഞാൻ നോക്കാം. സോ ഇതില് വാഫി പ്ലസ് കാർഡ്. എന്താ ഓ ഈ ചോക്ലേറ്റ് ഇത് എന്താ റോളാണ്. ഈ ചോക്ലേറ്റ് റോള് നമ്മളെ തൈരില് മുക്കി കഴിക്കണം. ഫുള്ള് കഴിക്കണം പൊന്നെ മോളെ. തൈര് മുക്കി കഴിക്കണം. ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ ഫുൾ അങ്ങ് ഡിപ്പായി, ഫുൾ ഡിപ്പായി. യെസ് 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 യെസ്. കാണുമ്പോൾ എന്തോ കാര്യമാവുന്ന കേസോ. കഴിച്ചോ അല്ലെങ്കിൽ ആ ഒരു കടി അടിച്ചാൽ മതി. ഒരു കടി അടിച്ചാൽ മതി. യെസ്. എങ്ങനെയുണ്ട് അതിന്റെ ടേസ്റ്റ് ഷെയർ ചെയ്യണം. ചോക്ലേറ്റും തൈരും നല്ല മിക്സ്ചറുമാണ്. നൈസ് സാധനമാണ് ചോക്ലേറ്റും തൈരും. ചോക്ലേറ്റ് രുചിയേ വരുന്നില്ല, ഭയങ്കര കട്ടത്തൈരാ. പക്ഷെ എനിക്ക് കിട്ടാൻ കുറച്ച് എന്തെങ്കിലുമൊക്കെ നല്ലതാക്കി കൂടെ കട്ടത്തൈര്. എന്തിനാ അങ്ങനെ തന്നെ ആക്കി ഞാനൂടി കഴിക്കേണ്ടി വരും കുറിപ്പ്. അപ്പൊ കണ്ണ് പൂട്ടണം. കുട്ടിച്ചാത്തല്ല എല്ലാം റെഡിയാക്കണം. എന്താണ് പിന്നെ നീ ഞാൻ ഗസ് ചെയ്യുന്നത്? തെറ്റിപ്പോയി ഗൈസ്, സോറി. മിൽക്കി ബാർ പ്ലസ് ജാം നോക്കട്ടെ. മിൽക്കി ബാർ ഓക്കെ ഗൈസ്, മിൽക്കി ബാർ പ്ലസ് ജാം ആണ് എനിക്ക് കിട്ടിയത്. സോ മിൽക്കി ബാർ ഇതാക്കണം ഞാൻ ഈ ഒരു ഇതിലിടുകയാണ്, ജാമിലിടുകയാണ്, എന്നിട്ട് കഴിക്കുകയാണ്. അത്ര വിയർഡായിട്ടുള്ള കഴിക്കുമ്പോ എങ്ങനെയുണ്ട്? ജാം ഭയങ്കര പോരാട്ടോ. നല്ല ടേസ്റ്റ് അല്ലേ? തൊണ്ടവേദനയൊക്കെ വരുന്ന മരുന്നിന്റെ സിറപ്പ് കുടിക്കാൻ രോമേറ്റ് നിക്കണ്. ഡ്യൂഡി എടുക്കുന്നു. ഏതാ നോക്കട്ടെ. റിലാക്സ് ചെയ്ത് സാവധാനം എടുത്തു. യെസ്, ഞാൻ പറഞ്ഞു ബിസ്ക്കറ്റ് പ്ലസ് മിൽക്ക്. ബിസ്ക്കറ്റ് പ്ലസ് ബിസ്ക്കറ്റ് പ്ലസ് മിൽക്ക് എന്നാണ് ഡ്യൂഡി പറഞ്ഞത്. ബിസ്ക്കറ്റ് പ്ലസ് ലെമൺ. എന്തൊരു ബിസ്ക്കറ്റ് പറയുമ്പോൾ നമുക്കിവിടെ ഓരോ ബിസ്ക്കറ്റ് ആണുള്ളത്. സോ നമ്മൾ ഓരോ ബിസ്ക്കറ്റിൽ നിന്നും ഒരു ലെമൺ ജ്യൂസ് പ്ലസ് ഉപ്പ് കൂടി. നല്ല ലെമൺ ജ്യൂസ് ആട്ടോ ഗൈസ്, നല്ല ലെമൺ ജ്യൂസ്. സോ നല്ല പുളി ഉണ്ടാവും, നല്ല പുളിയും ഉണ്ടാവും, നല്ല ടേസ്റ്റ്. ഇറക്കണം. കഴിക്ക് ഇത് ഫുള്ള് കഴിക്ക്. ചലഞ്ച് കുഞ്ഞുമോളെ, അല്ലെങ്കിൽ അത് ഭയങ്കര മിസ്റ്റേക്ക്. എന്താ എനിക്ക് രോമല്ലേ? എനിക്ക് നിൽക്കാനാവട്ടെ, ഞാൻ പറയാ. ഇത് നോക്ക്, ഫുള്ള് ചീഞ്ഞിൽ മുക്കി തോന്നൽ. ഞാൻ മുക്കിപ്പോയി നീ ഇത് കാണിച്ചപ്പോ നീ അറിഞ്ഞോടിച്ചത് എനിക്ക് കഴിക്കില്ല. ഞാൻ പെട്ടെന്ന് എടുത്ത കേസ്. ഞാൻ നോക്കട്ടെ, നീ കണ്ടില്ല. ഞാൻ നോക്കാം. മാംഗോ ആണോ? മാംഗോ പ്ലസ് മിൽക്ക്. അപ്പൊ
നമ്മളെ മാങ്ക് കുറച്ച് ടൈം എടുത്താൽ ഇവിടെ എത്തിയിട്ടുണ്ട്. കഴിച്ചോ? നല്ല മാങ്ങാൻ തോന്നിട്ട് കണ്ടിട്ട്. ഇതിൽ എന്ത് കുത്തിട്ട് മിൽക്ക് അല്ലേ കിട്ടിയത്? പാലായിരുന്നോ? ആണല്ലേ. പാലില് മാങ്ങ കുത്തിയേച്ച് വലിയ സിമ്പിൾ പരിപാടിയല്ലേ? പാല് പുളിച്ച പാലാ. പാല് പുളിക്കത്തില്ല, തൈരാവും. പാല് ശരിയാവില്ലല്ലേ? ജ്യൂസ് എടുത്തില്ല കാരണം പാൽ അങ്ങനെ ടേസ്റ്റ് വരത്തില്ല, മാങ്ങയിൽ പിടിക്കത്തില്ലല്ലോ. പക്ഷെ മാങ്ങ കുറച്ച് പുളിയുള്ളതാണ്ട് തോന്നുന്നു. നെക്സ്റ്റ് മഞ്ഞ എടുത്തിട്ടുണ്ട്. തുറക്കാൻ പോവാണ്. അത് കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. മതി മതി. ഞാൻ നോക്കാം. ഇപ്രാവശ്യം ഞാൻ നോക്കട്ടെ. ഓക്കെ. പോപ്കോൺ വേഴ്സസ് ലെമൺ ജ്യൂസ്. പോപ്കോൺ തന്നെ ഒരു സോൾട്ടി ഫ്ലേവർ ആണ് ഗൈസ്. ഓക്കെ. ഈ സാധനം പോപ്കോൺ സ്പൂൺ വേണം. ആ സ്പൂണിൽ ഇങ്ങനെ ഇട്ടിട്ട് അല്ല ഗൈസ്. അപ്പൊ ഇതാക്കണ പോപ്കോൺ ഇത് നമ്മൾ ഇതാക്കണ ഞാന് പോപ്കോൺ വേഴ്സസ് ലെമൺ. പോപ്കോണും ലെമൺ ജ്യൂസ്. ലെമൺ ജ്യൂസ് ആണ് എനിക്ക് സഹിക്കാൻ എനിക്ക് പണ്ട് മരുന്ന് കുടിക്കണ ലൈവുണ്ട. എന്റെ പൊന്നെ, ഇത് ചെറിയ കാക്കകൾ പറക്കാൻ പഠിക്കുന്നു. എന്റെ പൊന്നെ പക്കാ വീട് കോമ്പിനേഷൻ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അതല്ലേ. അല്ല ഞാൻ ലെമൺ ജ്യൂസ് ഒക്കെ കുടിക്കുന്ന ആളാ. അപ്പൊ എന്റെ അവസ്ഥ ആലോചിച്ച് ബിസ്ക്കറ്റ് പക്കാ കൂതറ കോമ്പിനേഷൻ. ഈ സാധനം ഒരുമാതിരി കരിഞ്ഞ ടേസ്റ്റ് വരുന്ന ഈ സാധനം. എന്ത് കെമിക്കൽ റിയാക്ഷൻ നടക്കും വയറ്റിനുള്ളിൽ. നല്ലതല്ലേ, വയറ് ക്ലീൻ ആവും. ലെമൺ അല്ലേ. എടുത്തോ. എന്താണ് മോളെ കിട്ടിയത്? നോക്കട്ടെ. മിൽക്ക് ബാർ പ്ലസ് മിൽക്ക്. ഇവൾക്കെല്ലാം നല്ലതാണ് കിട്ടുന്നത്. ഇതെന്താന്ന് കേസ്? ഭയങ്കര സിമ്പിൾ പരിപാടി ആയി പോയിട്ട്, ഭയങ്കര ചീറ്റിംഗ് പരിപാടി ആയി പോയി. പണികളേറ്റ് വാങ്ങി എന്റെ ജീവിതം ഇനിയും ബാക്കി കേസ്. അയ്യോ, ഒന്നാമത് 1 2 3 ബനാന പിക്കിളാണ്. എനിക്ക് മാത്രം ഇങ്ങനെ എന്ത് ഞാൻ ബനാന ഫാൻ അല്ല. കായ് മുത്തമ്മ കിട്ടുന്നില്ല പാട്. എന്തോ സാധനം പിടിച്ച പോലെ. മുത്തമ്മ കായ് നായ് നായ് പട്ടി നായുള്ളൂ. ആരാണ് ദുനിയാവിൽ മൂത്തോൻ? ഞാനാണ്. അങ്ങനല്ല, ആരാണ് ദുനിയാവിൽ മൂത്തോന്റെ അനിയന്റെ പെങ്ങൾ. പിക്കിൾ ആൻഡ് ദ വൺ ആൻഡ് ഓൺലി ബനാന. സോ ഞാനൊരു ബൈറ്റ് എടുക്കുള്ളൂ. കഴിച്ചോണ്ട് ബാക്കി അടച്ച ഇങ്ങോട്ട് കണ്ടത്. അച്ചാർ അടിപൊളി അച്ചാറല്ല. ഇവിടെ നമുക്ക് എടുക്കും ഇങ്ങോട്ട്. പഴം നല്ല മധുരം. എരിവല്ലേ, എരിവുണ്ടാകുമ്പോ അത്ര നമുക്ക് സീന്. പുള്ളിയൊക്കെ നമ്മളാണ് സഹിക്കാൻ കഴിയാത്ത. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അതേ പറഞ്ഞു, ഞാൻ കഴിച്ചു, ഒരുപാട് കഴിച്ചു. ഭയങ്കര ടേസ്റ്റ് അച്ചാർ കഴിച്ചു. അതുകൊണ്ട് കുഴപ്പമില്ല, ഇത് കഴിച്ചു. വേണ്ട, ഞാൻ പഴം കഴിക്കൂല. പഴം അലർജിയാ. പഴം അലർജി മാറ്റിക്ക് കഴിക്കലേ. ടിഷ്യൂ എടുക്ക്. ഇവൾക്ക് മൈസൂർ പായ എന്ന് പറഞ്ഞാൽ ഭയങ്കര അലർജി. മൈസൂർ പായ നാടൻ പഴങ്ങളൊക്കെ ഇവൾക്കത് എന്താ പറയാ, അലർജി ആണെന്ന് പറയാ. മണം പോലും ഇവൾക്ക് പറ്റില്ല ഗൈസ്. നമുക്കൊരു ദിവസം പഴത്തിന്റെ ഒരു പ്രാങ്ക് ഇവൾക്ക് കൊടുക്കാം. അങ്ങോട്ട് വാ. പണ്ടൊക്കെ ഞാൻ ഫുഡ് എന്ത് കഴിച്ചില്ല, അപ്പൊ പഴം എടുത്ത് വരും എന്റെ വയത്താല്. ഓക്കെ, നെക്സ്റ്റ് എന്താ മറ്റേ റോസ് ഫ്രണ്ട്സില് ഉണ്ണാക്കി അതാ നിനക്കറിയില്ല. പോട്ടെ, നീ ഫ്രണ്ട്സ് കാണുന്നവരുണ്ട് താഴത്ത് കമന്റ് ചെയ്യുക. ഞാൻ കാണുന്നതാണ് ഈ ഗുണാക്കേവല്ല പൊട്ടത്തിയ ഉണാക്കേ. ചോക്കോബാർ പ്ലസ് ചോക്കോബാർ പ്ലസ് ഫുൾ ഒരു അവിടെ വെക്ക് ബ്രദർ.
ഫുഡാണ് പക്ഷെ ലുക്സ് എന്താ പോലെ ബ്രദർ. തൈര്, ചോക്ലേറ്റ്, ഉള്ളില് മിൽക്കി എന്താ പറയാ ഐസ്ക്രീമില്. എന്താ കേടായത് തൈരാ. സോ ഞാനൊന്ന് എടുത്ത് മധുര ബിസ്ക്കറ്റ്. ഞാൻ നല്ല കുട്ടിയാണ്. നോക്കിയോ ഓ ചില്ലി പ്ലസ് ജാം. ചില്ലി പ്ലസ് ജാമാ. ഇങ്ങനെ കഴിച്ചാ പോരെ? അങ്ങനല്ല കുറച്ചുകൂടെ ഭംഗി. സോ ഇതാക്കണ ഞാൻ മുളകില് ജാമ് മുക്കി കഴിക്കാണ്. ജാമിന് മുളക് കുത്തി കഴിക്കാണ്. അങ്ങനെ പറയാം. എന്ത് ചെയ്യാനാ കേസ് കിട്ടും. ചെറിയ പീസ് കഴിച്ചാ മതി. ഞാൻ വിട്ട് കിടക്കും. അതിലുള്ള മുളക് എന്റെ ഭാഗ്യത്തിന് മുളക് അത്ര എരിവില്ല. ഇല്ല അല്ലേ? മുളക് പച്ചയാണ് ചുമക്കുന്നത്. അടുത്തത് പറയൂ എന്താണ്? ഓക്കെ ഞാൻ നോക്കാം. ഇവൾക്കെല്ലാം സിമ്പിൾ. പോപ്കോൺ വേഴ്സസ് ജാം ഗൈസ്. എന്തോന്നാ? ഓക്കെ ഗൈസ്, ഞാൻ ജാമിൽ ഇതാ പോപ്കോൺ മുക്കി കഴിക്കുന്നു. ഓ വലിയ കാര്യമായി പോയി. ഒരു മിനിറ്റ്. ഞാൻ നോക്കിട്ടൊന്നുമില്ല പറഞ്ഞില്ല. ഇവരെന്തിനാ കയ്യിലൊന്നുമില്ലല്ലോ. ഓക്കെ ഉനക്ക് എന്താ ഡൗട്ട്? വാ ലൈസിന്റെ പാക്കറ്റ് ഉണ്ട്. ഞാൻ എന്താക്കണ കേടില് വെക്കാൻ പോവാണ്. കോരണ്ട മോളെ ഡിപ്പല്ല. ഇത് ഇങ്ങനൊക്കെ കഴിക്കാനുള്ളൂ. ഫെയർ ആയിട്ട് തന്നെ സാലി ഇത്ര നേരം കളിച്ച ഫെയർ ആയിട്ട് തന്നെ കളിക്കത്തുള്ളൂ. ഡിപ്പ് ചെയ്ത് എടുത്തതാ കഴിയൂല. അങ്ങനെ മൈസൂർ പാൻ കഴിക്കണോ? എന്താടി കളിക്കല അങ്ങനെയാണ് നീ ഇന്ന് മൈസൂർ പാൻ തിന്നിട്ടേ പോകുള്ളൂ. അങ്ങനെയാണ് നീ മൈസൂർ പാൻ തിന്നിട്ടേ പോകുള്ളൂ. എന്താ പറ്റിയ